പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. കേസിൽ 15 പേരാണ് ഇതുവരെ പിടിയിലായത്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ 5 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച 62 പേരിൽ 42 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിലൂടെയാണ് പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്. ഈ മൊബൈലിൽ നിന്നും പ്രതികളുടെ നമ്പറുകൾ സേവ് ചെയ്തു വെച്ചത് കുട്ടി തിരിച്ചറിഞ്ഞു. ഡയറിയിൽ പ്രതികളുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി എഴുതി വെച്ചതും അന്വേഷണത്തിന് സഹായകമായി. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 പ്രതികൾ ഇലവന്തിട്ട സ്റ്റേഷനിൽ ഇന്നലെ അറസ്റ്റിലായി. 10 പേരെ പത്തനംതിട്ട പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. CWCക്ക് ലഭിച്ച മൊഴിയാണ് 5 വർഷം തുടർച്ചയായി നടന്ന പീഡന വിവരം പുറത്തുവരാൻ കാരണമായത്. പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. പക്ഷെ അതിനുശേഷം കുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ആയിട്ട് തെളിവ് ശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 13 വയസ്സ് മുതൽ നിരന്തര പീഡനത്തിന് ഇരയായി എന്നാണ് ഇപ്പോൾ 18 വയസ്സുള്ള പെൺകുട്ടിയുടെ മൊഴി. കായികതാരമായ പെൺകുട്ടിയെ പരിശീലകനും സുഹൃത്തുക്കളും പിതാവിന്റെ സുഹൃത്തുക്കളും അടക്കമുള്ളവർ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. ജനം, പത്തനംതിട്ട.